എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നാളെ മെയ് 1-ാം തീയതി വ്യാഴാഴ്ച. നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുള്ള പ്രൈവറ്റ് സർക്കാർ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിരവധി മാറ്റങ്ങളാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ അറിയിപ്പെന്ന് പറയുന്നത് മെയ് 1 മുതൽ ATM കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർധനവ് വരികയാണ്. റിസർവ് ബാങ്കാണ് ATM ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ 21 രൂപയാണ് നൽകുന്നത്. എന്നാൽ 1-ാം തീയതി മുതൽ അത് 2 രൂപ വർദ്ധിച്ച് 23 രൂപയാകും. അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൻ്റെ ATMകളിൽ നിന്നും മാസത്തിൽ 5 തവണയും മറ്റു ബാങ്കുകളുടെ ATMകളിൽ നിന്ന് 3 തവണയും പണം സൗജന്യമായി പിൻവലിക്കാം. ഇനി മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ ATMകളിൽ നിന്നും 5 തവണ വരെ പണം പിൻവലിക്കാം. ATM കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് RBI നിരക്ക് വർധനവ് വരുത്തിയിരിക്കുന്നത്. പുതിയ പരിഷ്കാരം ATM കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും. UPI പോലുള്ള ഫീസ് ഈടാക്കാത്ത ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും ATM കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം. ATM കൗണ്ടറിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ കൃത്യമായി ആസൂത്രണം ഇല്ലെങ്കിൽ 500 രൂപ പിൻവലിച്ചതിന് 23 രൂപ ബാങ്കിന് നൽകേണ്ടി വരും. മറ്റൊരു അറിയിപ്പ്, UPI ആപ്പുകളായ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm എന്നിവ പോലുള്ളവർ ഉപയോഗിക്കുന്നവർ അറിയേണ്ടത്, ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഫോൺ നമ്പറുകൾ ബാങ്കുകൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ്. അങ്ങനെ വന്നാൽ പിന്നെ ആ നമ്പറുകളിൽ UPI പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതല്ല. അങ്ങനെ വന്നാൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ നമ്പർ നൽകി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ വേണം. ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങളെല്ലാം പരിഷ്കരിക്കുമെന്ന് NPCI ബാങ്കുകൾക്കും UPI ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തത്, പ്രാഥമിക സഹകരണ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളും സ്വയം ബാങ്ക് എന്ന് വിളിക്കുന്നവർക്കെതിരെ റിസർവ് ബാങ്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവർ ബാങ്ക്, ബാങ്കിങ്, ബാങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിക്കുവാൻ പാടില്ലെന്നും RBI അറിയിച്ചു. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്ക് എന്ന് പേര് വെക്കുകയോ അങ്ങനെ അറിയപ്പെടുകയോ ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് പരിശോധനകൾ ഒന്നുമില്ലെന്ന് മാത്രമല്ല, അവ നിക്ഷേപം സ്വീകരിച്ച് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പലവിധ അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒടുവിൽ നിക്ഷേപം തിരികെ നൽകാൻ പറ്റാത്ത അവസ്ഥയിലും എത്തിച്ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് അത്തരം 2 സഹകരണ സംഘങ്ങളിൽ നിക്ഷേപകർക്ക് മാസങ്ങളായി പണവും ജീവനക്കാർക്ക് ശമ്പളവും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ബാങ്ക് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ബാങ്കിംഗ് ലൈസൻസ് വേണമെന്ന് മാത്രമല്ല, RBIയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നടക്കുന്നതായിരിക്കണം. RBI എവിടെ ഓഡിറ്റിംഗ് നടത്തുന്നു, ഉദാഹരണത്തിന് വായ്പകൾ സ്വീകരിക്കുമ്പോൾ നിശ്ചിത തുക കരുതൽ ധനമാക്കി സൂക്ഷിക്കണം. നിഷ്ക്രിയ ആസ്തി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വായ്പകളുടെ ലാഭത്തിൽ നിന്നുള്ള നിശ്ചിത ശതമാനം തുകയും മാറ്റിവെക്കണം. ആസ്തി ബാധ്യത മാനേജ്മെൻറ്റിനും വ്യവസ്ഥകളുണ്ട്. വായ്പയും നിക്ഷേപവും പരസ്പര ബന്ധിതമായിരിക്കണം. ഇതൊന്നുമല്ലാതെ ബാങ്ക് എന്ന് സ്വയം വിശേഷിപ്പിട്ട് ഒട്ടേറെ സംഘങ്ങൾ വൻ പലിശ വാഗ്ദാനം ചെയ്യുകയും ഒടുവിൽ നിക്ഷേപകർക്ക് മുതലുമില്ല പലിശയുമില്ല എന്ന സ്ഥിതിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്.